കേരള NGO സംഘിന്റെ 46ാമത് സംസ്ഥാന സമ്മേളനം പത്തനംതിട്ടയിൽ പുരോഗമിക്കുന്നു. മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കൗൺസിൽ യോഗം, ഭാരവാഹി തെരഞ്ഞെടുപ്പ് എന്നിവയോടെ 3 ദിവസത്തെ സമ്മേളനത്തിന് നാളെ സമാപനമാകും. കേരള NGO സംഘിന്റെ സംഘടനാബലം വ്യക്തമാക്കുന്നതായിരുന്നു പത്തനംതിട്ട നഗരം ചുറ്റി പ്രകടനം. രാവിലെ പ്രതിനിധി സമ്മേളനത്തോടെ സമ്മേളനം 2ാം ദിവസത്തെ പരിപാടികൾക്ക് തുടക്കമായി. മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാരുടെ അവകാശ സംരക്ഷണത്തിനായി പോരാടുന്ന കേരള NGO സംഘിന്റെ പ്രവർത്തനങ്ങൾക്ക് മഹാരാഷ്ട്ര ഗവർണറുടെ പ്രശംസ. മുതിർന്ന BJP നേതാവ് കുമ്മനം രാജശേഖരൻ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഭാരതാംബയും ഭാരത സംസ്കാരത്തെയും അപമാനിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിയും ഭരണവർഗവുമാണ് കേരളത്തിലേതെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. സർക്കാർ ജീവനക്കാർക്ക് സാമൂഹിക അവബോധമുണ്ടാകണമെന്നും രാഷ്ട്രമാണ് വലുതെന്നും കുമ്മനം രാജശേഖരൻ. ഗുരുവിന്റെ പാദം തൊട്ട് നമസ്കരിക്കുന്നത് ഒരു മൂല്യബോധമാണ്. അതിനെ അവഹേളിക്കുന്നതിനാണ്. അത് നമ്മുടെ സംസ്കാരമാണ്. അതൊരുപക്ഷെ ഭാരതത്തിൽ മാത്രമേ കാണാൻ കഴിയൂ. മറ്റൊരു രാജ്യത്ത് ഒരുപക്ഷെ അത് കാണാൻ കഴിയില്ല. ഈ ഭാരതത്തിൻ്റെ ആദിമ ഗ്രന്ഥം ഏത് എന്ന് ചോദിച്ചാൽ വേദങ്ങളാണ്. അത് ഭാരതത്തിൻ്റെതാണ്. അടിയന്തരാവസ്ഥയുടെ 50 ആണ്ടുകൾ എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. രാമൻപിള്ള ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് പ്രതിനിധികൾ നഗരം ചുറ്റി പ്രകടനമായെത്തി ടൗൺ സ്ക്വയറിൽ ചേർന്ന പൊതുസമ്മേളനം BMS ദേശീയ സമിതി അംഗം ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു. BMS സംസ്ഥാന അധ്യക്ഷൻ ശിവജി സുദർശൻ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. കേരള NGO സംഘ സംസ്ഥാന ഭാരവാഹികൾ സമ്മേളന പരിപാടികൾക്ക് നേതൃത്വം നൽകി. ജനം, പത്തനംതിട്ട.